ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് സർ. ഇതെൻ്റെ ചാനൽ PCSK ടെക് ആൻഡ് ഇൻഫർമേഷൻ. ഫ്രണ്ട്സ്, ഇക്കാലത്ത് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിൽ മാക്സിമം ആൾക്കാരും വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വാട്സാപ്പ് നമുക്ക് തരാത്ത കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചില പ്രൈവറ്റ് ആപ്സ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിലൊന്നായ നമ്മൾ ചെയ്യുന്ന ചാറ്റ് മെസ്സേജ് മറ്റൊരാൾ അറിയാതെ എങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം. എക്സാമ്പിളായിട്ട് നമ്മുടെ ഫോണ് നമ്മുടെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ചാറ്റ് നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ചാറ്റ് കാണാതെ നമുക്ക് എങ്ങനെ അത് ലോക്ക് ചെയ്ത് വയ്ക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യമായി നമുക്ക് ആപ്സ് ഉപയോഗിച്ചും എങ്ങനെ നമ്മുടെ വാട്സപ്പ് ചാറ്റ് ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യം എല്ലാവരും പ്ലേസ്റ്റോറിൽ നിന്നും വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്നൊരു ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളാദ്യം സെറ്റ് ലാംഗ്വേജ്, നിങ്ങൾ ഏത് ലാംഗ്വേജാണ് ചൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തത്. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അടുത്ത് എൻ്റർ പാസ്വേഡ്, എന്ത് പാസ്വേഡാണോ നിങ്ങളിവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് എൻ്റർ കൺഫേം പാസ്വേഡ്. അതേ പാസ്വേഡ് തന്നെ, മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ നിങ്ങൾ ഇവിടെയും കൊടുക്കുക. മൂന്നാമത്തേത് എൻ്റർ പാസ്വേഡ് ഹിൻഡ്, അതായത് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എഴുതിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു കോൺവെർസേഷനും പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കീഴേ കാണുന്ന മെനു ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ പ്രൊട്ടക്റ്റ്, അതായത് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. സോ കീഴോട്ട് വരിക, ഈ പ്ലസ് സിംബൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യത്തേത് ലോക്ക് വാട്സപ്പ് ചാറ്റ്സ്, രണ്ടാമത്തത് ചേഞ്ച് പാസ്വേഡ്, മൂന്നാമത്തത് ഫോർഗോട്ട് പാസ്വേഡ്, നാലാമത്തത് ഡീആക്ടിവേറ്റ് പാസ്വേഡ്, അഞ്ചാമത്തത് ആക്റ്റീവ് ഫിംഗർ പ്രിൻറ്റ്, ഹെൽപ്പ്, പിന്നെ ലാംഗ്വേജ്. ഇവിടെ നിങ്ങളാദ്യം ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അക്സസിബിലിറ്റി പേജ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നാലാമത്തെ ഓപ്ഷൻ ചാറ്റ് ലോക്കർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചാറ്റ് ലോക്കർ എനേബിൾ ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾ ബാക്കിലോട്ട് വരിക, വീണ്ടും ബാക്കിലോട്ട്. ഇപ്പോൾ കാണുന്ന ഈ പ്ലസ് സിംബൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും നിങ്ങൾ ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് ചാറ്റാണ് നിങ്ങൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് ചാറ്റായ ഹാപ്പി ബർത്ത്ഡേ അനീഷ് രാജ് അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ചാറ്റ് ലോക്കർ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എസ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ബാക്കിലോട്ട് വരിക. സോ ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ചാറ്റ് ഹാപ്പി ബർത്ത്ഡേ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് വരിക. ഇനി ഞാനിപ്പോൾ അടുത്തൊരു മൂന്നാമത്തെ ചാറ്റായ സ്വാമി ശരണം എന്നൊരിത് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്, കാരണം ഞാനിത് ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇതിനി ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും നിങ്ങൾ ബാക്കിലോട്ട് വരിക. വീണ്ടും നിങ്ങളുടെ ഹോം സ്ക്രീനിലുള്ള ചാറ്റ് ലോക്കർ ഐക്കോൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സോ ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഇവിടെയും എൻ്റർ ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴെ കാണുന്ന ആ പ്ലസ് സിമ്പൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷനായ ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മൂന്നാമത്തെ ചാറ്റായ സ്വാമി ശരണം അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾ ഓക്കെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ വീണ്ടും. ഇനി നിങ്ങൾക്ക് ഇത് ബാക്കിലോട്ട് വരാം. ഇത് ക്ലോസ് ചെയ്യാം. എസ് ക്ലിക്ക് ചെയ്യുക. എസ്. വീണ്ടും നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മൂന്നാമത്തെ ചാറ്റായ സ്വാമി ശരണം അതിപ്പോൾ ലോക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്. നിങ്ങൾ ഇനി ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ആദ്യം കൊടുത്ത പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഈ രണ്ട് ചാറ്റും ഫസ്റ്റ് ചാറ്റും മൂന്നാമത്തെ ചാറ്റും നമുക്ക് ചാറ്റ് ലോക്കിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വീണ്ടും ചാറ്റ് ലോക്ക് ഓപ്പൺ ചെയ്യുക. ചാറ്റ് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് തന്നെയാണ് എൻ്റർ ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് കാണുന്നത് ഇത് രണ്ടും ആദ്യത്തെ ഹാപ്പി ബർത്ത്ഡേ അനീഷ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ചാറ്റ് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് സ്വാമി ശരണം അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് ചാറ്റും ചാറ്റ് ലോക്കിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിലോട്ട് വന്ന് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോക്കൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ചാറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് മൂന്നാമത്തേത് സ്വാമി ശരണം അത് ഓപ്പൺ ചെയ്യാം. അതും ലോക്കായിട്ടില്ല. ഓക്കെ, ഇതുവരെ നമ്മുടെ ആപ്സ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വാട്സപ്പ് ലോക്ക് ചെയ്യാമെന്ന് നോക്കി. ഇനി നമുക്ക് യാതൊരുവിധ ആപ്സും ഉപയോഗിക്കാതെ നമ്മുടെ വാട്സപ്പിൽ ഉള്ള സെറ്റിങ്സ് വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ഇത് ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾ ഏത് ചാറ്റാണോ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഞാൻ ആദ്യത്തെ ഉദ്ദേശിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ അനീഷ് രാജ്. അതിന് നിങ്ങൾ രണ്ടാമത്തതാണ് ഹാപ്പി ബർത്ത്ഡേ അൻപു. രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ 4 ഓപ്ഷൻ കാണുന്നതാണ് പിൻ, മ്യൂട്ട്, ആർച്ചീവ്, ഓപ്ഷൻസ്. ഇതിൽ നിങ്ങൾ ആർച്ചീവ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ആ ചാറ്റ് ആർച്ചീവ്ഡ് ചാറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ മെയിൻ ചാറ്റ് ലിസ്റ്റിൽ നിന്നും ആ ചാറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇനി നോക്കണമെന്നുണ്ടെങ്കിൽ കീഴെ സ്ക്രോൾ ചെയ്ത് വരിക. താഴെ ആർച്ചീവ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെയിൻ ചാറ്റ് പേജിൽ ഇതുണ്ടാവില്ല. ആർച്ചീവ്ഡ് ചാറ്റ് എന്നുള്ള കീഴത്തെ ഓപ്ഷനിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഇപ്പോൾ നോക്കിയോളൂ, ഇപ്പോൾ അതില്ല. രണ്ടാമത്തെ ആ ചാറ്റ് അവിടെ ഇല്ല. ഇനി നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. നിങ്ങളുടെ മെയിൻ ചാറ്റിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആർച്ചീവ് ചാറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ ആർച്ചീവ് ചാറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് അതേ ഓപ്ഷൻ തന്നെയാണ് ആർച്ചീവ്. അത് നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ അത് ആർച്ചീവ് ചാറ്റിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങളുടെ മെയിൻ ചാറ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ഹാപ്പി ബർത്ത്ഡേ അൻപു. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ശേഷം കാണുന്ന ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുന്നതോടെ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വാട്സാപ്പിൽ എൻ്റെ വീഡിയോ എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം താഴെ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വാട്സപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ആർക്കാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ ചൂസ് ചെയ്യുക. ഇനി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും.